ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് വിഷുവിന് ഈസ്റ്ററിൻ്റെ വ്ളോഗ് കാണാം അല്ലേ. ഭയങ്കര നേരത്തെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് പിറ്റേ ദിവസത്തേക്കുള്ള ചിക്കനാണ്. അതൊക്കെ വറുത്ത് കഴിഞ്ഞ് രാവിലെ എണീറ്റ് ഞാൻ രാവിലത്തെ മെയിൻ പരിപാടിയിലേക്ക് കടന്നു. അത് ഗായ്സ് നമ്മൾ അപ്പവും ചിക്കൻ കറിയും ബീഫ് കറിയും കൂട്ടി കഴിച്ചു. എന്തുകൊണ്ടാണ് ചിക്കൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിക്കൻ്റെ കൂടെ ബീഫ് എടുത്തില്ല രണ്ടുപേർക്കും വിഷമാവും. അത് ഒരു 3-4 തട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത വീട്ടിലെ താത്ത നെയ്യപ്പം കൊണ്ട് തന്നു. അത് സന്തോഷത്തോടെ കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മായി ഈസ്റ്റർ കോടി കൊണ്ട് തന്നു. അങ്ങനെ എനിക്കും കിട്ടിയൊരു ഡ്രസ്സ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ദമ്മിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചേട്ടായി അമ്മായി എല്ലാവരും പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡാഡി അതെല്ലാം കൂടി എടുത്ത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി നമ്മളങ്ങനെ ലഞ്ച് കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സീരിയസ്ലി ഡാഡി നന്നായിട്ടുണ്ടാക്കും. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ സ്ഥിരം അമ്മച്ചി നമുക്ക് വാരിത്തരും. എല്ലാ വിശേഷ ദിവസം നമുക്ക് അമ്മച്ചി ഓരോ ഉരുള വാരിത്തരും. അത് ഈസ്റ്റർ, വിഷു, ക്രിസ്മസ് എന്താണെങ്കിലും എല്ലാവർക്കും ഓരോ ഉരുള വാരി കൊടുക്കും. അത് കിട്ടി. അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത വീട്ടിലെ വിളിച്ച ആൾക്കാരെല്ലാവരും വന്നു. അവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഒരു 10-25 ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്നായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു വിട്ട് എനിക്കും കൂടി തിന്നാനുള്ള രാത്രി കൂടി തിന്നിട്ട് കിടന്നുറങ്ങി.